പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ വലിയ നോമ്പിൻ്റെ പാതി നോമ്പ് ദിനമായ ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച നാം ആത്മീയമായി ഒരുപാട് പ്രാധാന്യമുള്ള നിമിഷത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വിശുദ്ധ നോമ്പിൻ്റെ യാത്രയുടെ മധ്യത്തിലാണ് നാം എത്തിയിരിക്കുന്ന ഈ ദിവസം സഭ നമ്മെ ഒരു വിശുദ്ധ അടയാളത്തിലേക്ക് നയിക്കുന്നു. ജീവന്റെ സ്ലീബ. വിശുദ്ധ ദേവാലയത്തിൻ്റെ നടുവിൽ നാട്ടിയിരിക്കുന്ന ഈ സ്ലീബ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രക്ഷയുടെ രഹസ്യമാണ്. ആമേൻ. പഴയ നിയമ പുസ്തകത്തിൽ സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ നാം അത്ഭുതകരമായ ഒരു സംഭവത്തെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു. ജനങ്ങൾ ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പമാരെയെങ്കിലും കടിച്ചിട്ട് അവർ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്രകാരമാണ് ആ വചനത്തിൽ പറയുന്നത്. വിശുദ്ധ സ്ലീബായുടെ അല്ലെങ്കിൽ കുരിശിന്റെ മുൻ ചിത്രം എന്തെന്ന് പരിശോധിക്കാം. ഈ സംഭവം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഇത് ക്രിസ്തുവിന്റെ സ്ലീബായുടെ കുരിശിന്റെ ഒരു മുൻ ചിത്രമാണ്. യേശു തമ്പുരാൻ തന്നെ ഇത് വ്യക്തമാക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ യേശു തമ്പുരാൻ പറയുന്നു: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു തന്നെ. ആമേൻ. ഇവിടെ യേശു തമ്പുരാൻ വ്യക്തമാക്കുന്നത് എന്താണ്? അതെന്താണെന്നറിയാമോ? മോശ ഉയർത്തിയ പിച്ചല സർപ്പം പോലെ ക്രിസ്തു സ്ലീബായിൽ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. വലിയ നോമ്പിന്റെ പാതി നോമ്പിൽ സഭ എന്തുകൊണ്ട് സ്ലീബായെ മുന്നിൽ നിർത്തുന്നു? കാരണം വിശുദ്ധ നോമ്പിന്റെ
യാത്ര ചിലപ്പോൾ ക്ഷീണം നിറഞ്ഞതാവാം. വിശുദ്ധ നോമ്പ് നമ്മെ ഒരുപക്ഷെ ക്ഷീണത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കാം. പരീക്ഷണങ്ങൾ വരാം, ആത്മീയ പോരാട്ടങ്ങൾ ഉണ്ടാകാം. അപ്പോൾ പരിശുദ്ധ സഭ നമ്മോട് പറയുന്നു, സ്ലീബായിലേക്ക് നോക്കുക. സ്ലീബ ജയത്തിന്റെ അടയാളമാണ്. സ്ലീബ ഒരു മരണത്തിന്റെ അടയാളമല്ല, അത് ജയത്തിന്റെ അടയാളമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ആമേൻ. സ്ലീബായിൽ ക്രിസ്തു പാപത്തെയും മരണത്തെയും സാത്താനെയും പരാജയപ്പെടുത്തി. അതുകൊണ്ട് സ്ലീബ ജീവന്റെ അടയാളമാണ്, ജയത്തിന്റെ അടയാളമാണ്. അഗ്നിസർപ്പങ്ങൾ നമ്മുടെ പാപം. മരുഭൂമിയിലെ അഗ്നിസർപ്പങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? അത് നമ്മുടെ പാപങ്ങളെ സൂചിപ്പിക്കുന്നു. പാപം മനുഷ്യനെ കടിക്കുമ്പോൾ ജീവിതം വിഷമാകുന്നു. അഹങ്കാരം, ദേഷ്യം, അസൂയ, ക്ഷമയില്ലായ്മ, ലോകാസക്തി ഇവയെല്ലാം ആത്മാവിനെ കടിക്കുന്ന അഗ്നിസർപ്പങ്ങളാണ്. സ്ലീബായിലേക്കുള്ള ദൃഷ്ടി, മരുഭൂമിയിൽ ജനങ്ങൾ ചെയ്തതെന്തായിരുന്നു? അവർ പിത്തള സർപ്പത്തിലേക്ക് നോക്കി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം സ്ലീബായിലേക്ക് നോക്കണം. അതിൻ്റെ അർത്ഥം പ്രാർത്ഥന, മാനസാന്തരം, പാപസമ്മതം, ദൈവത്തിലേക്കുള്ള തിരിഞ്ഞുവരവ് ഇവയാണ്. ആമേൻ, ഹല്ലേലൂയ. സ്ലീബായുടെ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ ദേവാലയത്തിൽ സ്ലീബായെ നാം മുട്ടുകുത്തുമ്പോൾ, വണങ്ങുമ്പോൾ, ചുംബിക്കുമ്പോൾ അതൊരു ആചാരമല്ല, അത് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്ലീബ പ്രത്യാശയുടെ അടയാളമാണ്. സ്ലീബ നമ്മോട് പറയുന്നു, വേദനയ്ക്കു ശേഷം മഹത്വമുണ്ട്, ത്യാഗത്തിനു ശേഷം വിജയമുണ്ട്, മരണത്തിനു ശേഷം പുനരുദ്ധാനമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ പാതിനോമ്പ് ദിനത്തിൽ വിശുദ്ധ ദേവാലയത്തിന്റെ നടുവിൽ നാട്ടിയിരിക്കുന്ന ഈ സ്ലീബ, ജീവന്റെ സ്ലീബായിലേക്ക് നമുക്ക് നോക്കാം. ക്രിസ്തുവിന്റെ സ്ലീബായിലേക്ക് നോക്കുന്നവർക്ക് രക്ഷയും ജീവനും ലഭിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്ലീബായെ ഞങ്ങൾ വന്ദിക്കുന്നു, അതിലൂടെ ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.